പോലീസിന് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, പോലീസിന് എപ്പോഴും ഒരു സംശയ ദൃഷ്ടി ഉണ്ടാവും. പോലീസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിച്ചു MDMA കാരനാണെന്ന് വിചാരിച്ചേ. നമ്മളെ മക്കളെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന പാരന്റ്സുകളാണ് നിങ്ങളും ഞാനും ഒക്കെ അല്ലേ. നമ്മളൊന്നും അറിയാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ. നമ്മുടെ മക്കളെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്, അവർ നമ്മൾ ഒരിക്കലും ചതിക്കില്ല, വിശ്വാസവഞ്ചന കാണിക്കില്ല എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും. എന്നാൽ ഈ പോലീസുകാരൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കണം കേട്ടോ. ഞാൻ കേട്ട് ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ഷോക്കായി. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണുകളും ചെവികളും ഒന്നും മാത്രം പോരാ, നമ്മളെ വീടുകളിൽ പോലും സുരക്ഷിതത്വം ഇല്ല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നെട്ടുമല്ലേ. എന്നാൽ നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കാൻ പോയി. ഓക്കെ, നമ്മുടെ വീടുകളിലൊക്കെ ഇനി CCTV ഇല്ലാതെ അല്ലെങ്കിൽ നമ്മളെ ഫുൾ ടൈം ഒരു അറ്റൻഷൻ ഇല്ലാതെ നമ്മുടെ വീടുകളിൽ പോലും നമ്മുടെ മക്കൾക്ക് സേഫ്റ്റിയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ് ഇന്ന് നിലവിലുള്ളത് എന്ന് നിങ്ങൾ ഞാനൊക്കെ ഓർക്കുക. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക. ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ പോലീസുകാരൻ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ കൊണ്ട് ശ്രദ്ധിക്കാനേ പറ്റൂ, അവരോട് ഉപദേശിക്കാനേ പറ്റൂ, അവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കാനേ പറ്റൂ. നമ്മളെ കൊണ്ട് ഈ സമയത്ത് അങ്ങനെയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഒക്കെ സ്വാധീനം എത്രത്തോളം നമ്മുടെ മക്കളിലേക്ക് എത്തി എന്നുള്ളത് മനസ്സിലാക്കും. ഒരു 10 ദിവസം മുമ്പാണ് വടകര ടൗണിൽ ഒരു ചങ്ങായി ഇങ്ങനെ ഒരു പല്ലും കുടിത്തേക്കാത്ത ഒരു വികൃത ജീവിനെ വൈകുന്നേരം നമ്മൾ കണ്ടത്. പോലീസിന് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, പോലീസിന് എപ്പോഴും ഒരു സംശയ ദൃഷ്ടി ഉണ്ടാവും. പോലീസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിച്ചു MDMA കാരനാണെന്ന് വിചാരിച്ചേ. അവന്റെ പുറകെ ഇങ്ങനെ നോക്കി 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 അവനെ പിടിച്ചപ്പോൾ അവനോട് ചോദിച്ചു, നീ എവിടുത്തുകാരനാന്ന് വെച്ചപ്പോൾ പറയും, മലപ്പുറത്താണ് ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു, ജോലി ചെയ്യുന്നു. എങ്ങനെ ഓർക്കാട്ടിലെത്തി എന്ന് പറഞ്ഞപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഏറാമല പഞ്ചായത്തിൽ 9ാം ക്ലാസ്സുകാരുടെ വീട്ടിൽ വന്നവനവൻ. ഇന്നലെ രാത്രി 10 മണിക്ക് ആ 9ാം ക്ലാസ്സുകാരുടെ വീട്ടിൽ കയറി കൂടിയ ചങ്ങാതി ഇന്ന് രാവിലെ 4 മണിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ 9ാം ക്ലാസ്സുകാരുടെ അച്ഛനും അമ്മയും അറിഞ്ഞില്ല പോലും. നമ്മളെ ഈ ഇട്ടാവട്ടത്ത് പറഞ്ഞ സംഗതി ആരെ വിടാമെന്നും ഞാൻ അറിയില്ല. നിങ്ങളെ വീട്ടിൽ തന്നെ ആയിരിക്കും, എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. എൻ്റെ 8ാം ക്ലാസ്സിൽ പെണ്ണ്. രണ്ടാമത് പിറ്റേ ദിവസം, ആ ദിവസം കഴിഞ്ഞ് അവനെ പിടിച്ച് നമ്മൾ വേണ്ട പോലെ ചെയ്ത്, രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ നമ്മൾ ആറാമല വൈക്കിലിശ്ശേരി റോഡിലെ പള്ളിന്റെ മുമ്പിൽ ഇതേപോലത്തെ വേറൊരു അവതാരം. അവരോട് പ്രഭോ അങ്ങ് എവിടെയാണ്? പ്രഭോ പറഞ്ഞ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ പരിചയപ്പെട്ട 10ാം ക്ലാസ്സുകാരുടെ വീട്ടിലേക്ക് വന്നതാണ്, വൈക്കിലിശ്ശേരിയാണുള്ള വീട്. എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞു, ആ വീട്ടിലുള്ള ഉമ്മ എവിടെയോ പോകുമെന്ന് പറഞ്ഞിരുന്നു, ഇതുവരെ പോയിക്കില്ല. ഉച്ചക്കേ ഞാൻ നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ ഉമ്മ പോകാൻ വേണ്ടി കാത്തു നിന്ന്, ഉമ്മയാണെ പോകുന്നുമില്ല. അപ്പോൾ പോലീസ് ആ ഫോൺ വാങ്ങിയിട്ട് അവനെ വിളിക്കുന്നത് പോലെ ആ പെണ്ണിനെ വിളിച്ചപ്പോൾ ആ പെണ്ണോട് പറഞ്ഞു, ആ പെണ്ണ് പറയാ, ജന്തു ഉമ്മ പോകുന്നില്ല, ഉരിപ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉറപ്പിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ പോലീസ് അവന്റെ ശബ്ദത്തിൽ പറഞ്ഞു, ഞാനെന്നാൽ ഇങ്ങ് പോട്ടെ, നമുക്ക് പിന്നെ കാണാൻ പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറയും, ഇനി പോയിക്കണ്ടേ പിന്നെ എന്നെ കൊല്ലും ഞാൻ, എന്റെ ശവ ഇവിടെ കാണാം, എന്റെ അല്ല. അപ്പൊ ഈ ചെക്കനെ വീട്ടിലെത്തിക്കേണ്ടത് ബാധ്യത ആർക്കാന്ന് അവൾ പറയുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന ആൺകുട്ടിയേക്കാൾ കൂടുതൽ ഭീകരി ഈ ലോകത്ത് പെൺകുട്ടിയാണ്. അവസാനം ആ പെൺകുട്ടിയോട് പറഞ്ഞു, എന്നാലും നമുക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ലല്ലോ, ഇനി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ഇവിടുന്ന് കാണാൻ പറഞ്ഞപ്പോൾ 5ാമത്തെ മിനിറ്റിൽ ഓട്ടോറിക്ഷയിൽ 10ാം ക്ലാസ്സിലെ കുട്ടി വൈക്കിശ്ശേരി ഓർക്കാട് പള്ളീന്റെ മുമ്പിൽ എത്തി. പ്രണയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി ഇപ്പോൾ. അപ്പൊ കള്ളിനെ കുറിച്ചും കഞ്ചാവിനെ കുറിച്ചും മൊബൈൽ ഫോണിനെ കുറിച്ചിട്ട് ഒന്നുമല്ല ഇവിടെ ക്ലാസ് എടുക്കേണ്ടത്, മനുഷ്യത്വത്തെ കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടത്, ഉത്തരവാദിത്ത ബോധത്തെ കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടത്. ഒരു കുട്ടിക്ക് ഈ ഒരു മൊബൈൽ ഫോണും ഒരു കാമുകനെയും കൊടുത്താൽ ആ 2 സൈഡിലേക്കും പോകരുത്, എന്റെ കുടുംബമാണ്, എന്റെ പഠനമാണ്, എന്റെ വിദ്യയാണ് ഏറ്റവും വലുത് എന്ന് ബോധമില്ലാത്ത ഒരു സമൂഹത്തിൽ ആപത്തുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും.